സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയുമല്ലോ, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹാനായ മഹാത്മജി പോലും ഇന്ത്യ രാജ്യത്ത് ഭരണം വേണമെങ്കിൽ ഉമറിന്റെ ഭരണമാണ് വേണ്ടതെന്ന് പറയത്തക്ക വണ്ണം അറേബ്യയുടെ ഭരണാധികാരിയായി ഖലീഫയായി അവരോധിക്കപ്പെട്ട് ലോകം മുഴുവനും നീതി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഖത്താബിന്റെ ഹംദമയുടെ പൊന്നുമോൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ ഈ ആയത്ത് ഓതുകയാ, മൗറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് ومنهم سابق بالخيرات بإذن الله. ഈ ആയത്ത് ഓതിയിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാ നമുക്ക് ആശ്വാസം തോന്നുന്നത്, ആ വാക്കുകളാ നമുക്ക് സമാധാനം നൽകുന്നത്. ഉമർ തങ്ങൾ പറയുകയാണ്, സാബിഖുനാ സാബിഖൂ, നന്മയിൽ മുന്നേറിയവർ സ്വർഗത്തിലും മുന്നേറിയവരാ, അവരാണ് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിലും ആദ്യം പോകുന്നത്. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവോ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവോ, ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയുടെ ഉള്ളറകളിലേക്ക് കടന്നു പോകുന്നവര് ഇവിടെ നന്മയിൽ മുന്നേറിയവര് തന്നെയാണെന്ന് ഉമർ തങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തെ എണ്ണിയിട്ട് ഉമർ തങ്ങൾ പറയുകയാണ്, മുഖ്തസിദുനാ നാജി, മുൻകടന്നു പോയവരുടെ പിന്നിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവര് മിഡിൽ ലെവലിലുള്ളവരാ, അവര് മധ്യനിലപാട് സ്വീകരിച്ചവരാ. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ടല്ലോ, നമ്മുടെ ഖുർആനിന്റെ അനന്തരാവകാശികളില് പാപികളായ തെമ്മാടികളായ താന്തോന്നികളായ ആളുകളുണ്ടല്ലോ, അവരെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയൂല. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നതാ. ഈ ഒരു വാക്കാണ് സഹോദരങ്ങളെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഈ ഒരു വാക്കാ. അതുകൊണ്ട് ആരും നശിച്ചു പോയി എന്ന് ചിന്തിക്കണ്ട.